ബോക്സ് ഓഫീസിലേക്ക് വീണ്ടും ഇന്ത്യൻ സിനിമയുടെ ശതാബ്ദി വർഷത്തിൽ മലയാള സിനിമയുടെ ആദരം 2 പതിറ്റാണ്ട് നീണ്ട സൗഹൃദത്തിന് സിനിമയിലേക്കും തുടർച്ച 5 സുന്ദരികൾക്ക് അണിയറ പ്രവർത്തകരുടെ മുഖവുര ഇതാണ്. അമൽ നീരദിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഉൾപ്പെടെ 5 പേർ സംവിധാനം ചെയ്ത സിനിമാ സമാഹാരം ആൺകാഴ്ചയിലെ 5 പെൺകഥകൾ. ഷൈജു ഖാലിദിന്റെ സേതുലക്ഷ്മി, സമീർ താഹിറിന്റെ ഇഷ, ആഷിഖ് അബുവിന്റെ ഗൗരി, അമൽ നീരദിന്റെ കുള്ളന്റെ ഭാര്യ, അൻവർ റഷീദിന്റെ ആമി ഇവയാണ് 5 ചെറുചിത്രങ്ങൾ. 5 സുന്ദരികൾ 5 സുന്ദരികൾ മാറിലെയ്യാൻ മാരൻ തൊടുക്കും 5 പൂവമ്പുകൾ നിങ്ങൾ 5 സുന്ദരികൾ. തോൾ ചേർന്നെത്തിയ ഈ 5 ചിത്രങ്ങൾ സിനിമയിലൂടെയും പുറത്തും നൽകുന്നത് സൗന്ദര്യ സമ്പന്നമായ വലിയ പ്രതീക്ഷകളാണ്. സംഘടനകളുടെ വിലക്കുകളിലും വേർതിരിവിലും മത്സരങ്ങളിലുമായി ചിതറിയകന്ന കൂട്ടായ്മകളിലേക്കുള്ള മടക്കവിളി. തിയേറ്റർ ഇരുട്ടിൽ തെളിയുന്ന അവിഹിത അശ്ലീല അർമാദങ്ങളിലും ടോയ്ലറ്റ് തമാശകളിലും മൂക്കും കാതും പൊത്തിയിരുന്നവർക്ക് മുന്നിലേക്ക് നല്ല സിനിമയുടെ നറുമണം. സിനിമയിലെ മാറ്റം നാറ്റമായെന്ന് സങ്കടപ്പെടുന്നവർക്ക് അടയ്ക്കാതെ തുറന്നിടേണ്ട പുതുപാഠം. അഞ്ച് പെൺകുട്ടികളെന്നോ സ്ത്രീകളെന്നോ അല്ല, 5 സുന്ദരികളെന്നാണ് ഈ സൗഹൃദം സിനിമയെ വിളിച്ചത്. നിഷ്കളങ്കതയുടെയും പ്രണയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പെൺമയുടെയും കുടുംബത്തിൻ്റെയും സൗന്ദര്യം തേടിയിറങ്ങുന്ന 5 ചിത്രങ്ങൾ. സ്ത്രീവിരുദ്ധതയുടെ നൃത്തശില്പമായി മാറിയ ന്യൂ ജനറേഷൻ സിനിമാ കൂട്ടങ്ങൾക്കിടയിലെയാണ് പെണ്ണിൻ്റെ പുറം സൗന്ദര്യത്താൽ ഭ്രമിക്കപ്പെടാതെ അകസൗന്ദര്യം കാട്ടുന്ന 5 ചെറുചിത്രങ്ങൾ വന്നത്. മലയാളത്തിന് പരിചയക്കുറവുള്ള ദൃശ്യഭാഷയിലൂടെയാണ് ഓരോ സിനിമകളുടെയും സഞ്ചാരം. ചലച്ചിത്രമേളകളിലെ മികച്ച അന്താരാഷ്ട്ര ചിത്രങ്ങൾക്ക് മുന്നിൽ കണ്ണുനട്ടിരിക്കുന്ന അനുഭവമാകുന്നുണ്ട് അതുകൊണ്ടുതന്നെ 5 സുന്ദരികൾ. രഞ്ജിത്ത് നേതൃത്വം നൽകിയ കേരള കഫയുടെ അനുഭവ തുടർച്ചയിൽ കൂടുതൽ ഉയരം തേടേണ്ട പരീക്ഷണങ്ങൾക്ക് ധൈര്യവുമാകുന്നു 5 സുന്ദരികൾ. അഞ്ചായി ചിതറിപ്പോകാതെ ആസ്വാദന സമഗ്രതയിൽ ഒരൊറ്റ സിനിമയാകുന്നു 5 സുന്ദരികൾ. സുന്ദരികൾ ഒന്നിലധികമാകുമ്പോൾ കൂട്ടത്തിൽ കൂടുതൽ സുന്ദരി ഏതെന്ന് കണ്ടെത്തേണ്ടി വരും. കുള്ളൻ്റെ ഭാര്യ എന്ന സിനിമയുടെ സംവിധായകനായും ആമി എന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകനായും ഈ ഇഷ്ടക്കൂടുതൽ അമൽ നീരദിനൊപ്പമാകുന്നു. സാങ്കേതിക പൂർണ്ണതയുടെ തുറസിലേക്ക് സഞ്ചരിച്ചപ്പോഴും ദൃശ്യങ്ങളിലെയും പ്രമേയത്തിലെയും മൗലികതയുടെ പേരിൽ നിരന്തര വിചാരണ നേരിട്ട ചലച്ചിത്രകാരനിൽ നിന്ന് കുള്ളൻ്റെ ഭാര്യ എന്ന ചെറുതല്ലാത്ത വിസ്മയം. കേരള കഫേ എന്ന സിനിമാ സമാഹാരത്തിൽ അൻവർ റഷീദിന് ലഭിച്ച കയ്യടി കൂടുതൽ ഇവിടെ അമൽ നീരദിന്. ഒരാളും പരിചയഭാവത്തിൽ വന്നു. ഇപ്പൊ ഷൂട്ടിംഗ് ഒന്നും ഇല്ലേ, ആക്സിഡന്റിൽ തട്ടിപ്പോയെന്നാണല്ലോ കേട്ടത്. അന്ന് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആരായിരുന്നു എന്നൊന്നും ചോദിക്കില്ല. ബാച്ചിലർ പാർട്ടിയുടെ ബോക്സ് ഓഫീസ് റിവ്യൂ തുടങ്ങിയത് മലയാള സിനിമയുടെ നവശൈലി പ്രയാണത്തെ കുറുകെ നിന്ന് തടസ്സപ്പെടുത്തുന്ന ചിത്രമെന്ന വിലയിരുത്തലിനൊപ്പമായിരുന്നു. മൗലികതയുടെ അടിയുറപ്പില്ലായ്മ ചോദ്യം ചെയ്താണ് അമൽ നീരദിന്റെ മുൻ സിനിമകളിലെ ദൃശ്യ സാങ്കേതിക സമ്പന്നതയെ ആസ്വാദകർ സ്വീകരിച്ചത്. കുള്ളന്റെ ഭാര്യ എന്ന ചിത്രം ഈ മുൻവിധികളെ അടിതെറ്റിക്കും. ചെഗുവേര ടീഷർട്ടിട്ട രാഷ്ട്രീയ സിനിമകളുടെയും നന്മയിൽ മുങ്ങാങ്കുഴിയിടുന്ന സാരോപദേശ സിനിമകളുടെയും കാലത്ത് സമൂഹത്തിന്റെ ധിക്കാര ചിന്തകളെ വിചാരണ ചെയ്യുന്ന ഗംഭീര ചിത്രം. വായനയിൽ കൊതി ബാക്കി നിർത്തുന്ന ചെറുകഥയുടെ ലാളിത്യഭംഗി, സൂക്ഷ്മതയുടെ ശാന്തതാളം. ഭാര്യയുടെ ഉയരത്തിലേക്ക് തലയും കുടയും നിവർത്തി മഴയിലേക്ക് മറയുന്ന കുള്ളന്റെ ഫ്രെയിം മാത്രം മതി പ്രമേയ പരിചരണത്തിലെ ആഴമറിയാൻ. വില്ലകളിലേക്കും ഫ്ലാറ്റ് മാളങ്ങളിലേക്കും ജീവിതം ഒളിപ്പിച്ചു കഴിയുന്ന സമൂഹത്തിന്റെ സദാചാര നടത്തിപ്പിനോടാണ് ദുൽഖർ സൽമാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലൂടെ സിനിമയുടെ പരിഹാസം. ഒടിഞ്ഞ കാലുമായി വീട്ടകത്ത് വീൽചെയറിൽ സഞ്ചരിക്കുന്നയാൾ ഒറ്റജാലകത്തിലൂടെ തനിക്ക് ചുറ്റുമുള്ളവരെ കാണുകയും ക്യാമറയിലാക്കുകയും ചെയ്യുന്നു. അപരന്റെ ജാലക വിടവിലേക്കും ജീവിതത്തിലേക്കും ഒളികണ്ണിടുന്ന സമൂഹത്തെ അവരിലൊരാളുടെ കണ്ണിലൂടെ ചോദ്യം ചെയ്യുന്നു ഉണ്ണി തിരക്കഥ എഴുതിയ കുള്ളന്റെ ഭാര്യയിലൂടെ അമൽ നീരദ്. രൺദിവേ എന്ന അമൽ നീരദ് ശിഷ്യനാണ് ഈ ചിത്രഭാഗത്തിന്റെ ക്യാമറ. ഇളകി നീങ്ങുന്ന ഫ്രെയിമുകളിൽ ദുൽഖർ കഥാപാത്രത്തിന്റെ വിവരണത്തിനൊപ്പം ക്യാമറ കൺകളെന്ന പോലെ ചുറ്റുപാടിൽ പരതി നീങ്ങുന്നു. പരദൂഷണങ്ങളിലും ഒളിനോട്ടങ്ങളിലും സദാചാര പാലനത്തിലും കൈമോശം സംഭവിക്കാത്ത ബന്ധങ്ങളിലേക്ക് ഈ ചിത്രത്തിൻ്റെ കാഴ്ചയുടെ പരപ്പ് നീങ്ങുന്നു.
ഒരു ചൈനീസ് നാടോടിക്കഥയെ ഉപജീവിച്ചാണ് ചിത്രം. നുറുങ്ങ് സംഭാഷണങ്ങളിലും ചിരി പടർത്തുന്ന കാഴ്ചകളിലുമായി ആഖ്യാനപൂർണ്ണതയിൽ കുട ഉയർത്തി തല നിവർത്തി നിൽക്കുന്നു 5 സുന്ദരികളിൽ കുള്ളന്റെ ഭാര്യ. ദുൽഖർ സൽമാനും ജിനോ ബെന്നും റിനു മാത്യൂസും സിനിമയുടെ സ്വാഭാവിക ശ്വാസഗതിക്കൊപ്പം സഞ്ചരിച്ചു. ഹ്രസ്വചിത്ര നിർമ്മിതിയുടെ സൗന്ദര്യ വേഗം ബ്രിഡ്ജിന് പിന്നാലെ അൻവർ റഷീദിന്റെ ആമിയിലുമുണ്ട്. രാത്രി കച്ചവടങ്ങളിൽ മറ്റെല്ലാം മറന്ന് പായുന്ന അജ്മലിന് ജീവിതത്തിലേക്കുള്ള കുറുക്കുവഴിയാണ് ആമിയുടെ കുസൃതി ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളിലെ കുസൃതിക്കും ഇഷ്ടങ്ങൾക്കുമപ്പുറം കുടുംബത്തിലേക്കുള്ള വഴിയും വിളിയുമാണതെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. ഒരു കടങ്കഥയിൽ തളയ്ക്കപ്പെട്ട ഉത്തരം കാത്തിരിക്കുകയാണ് ആമി കാണുന്ന പ്രേക്ഷകനും. സ്വന്തം ഖൽബിലേക്ക് നോക്കി ആ ഉത്തരം കണ്ടുപിടിച്ചു വരാനാണ് സംവിധായകന്റെ നിർദ്ദേശം. മേളകളിൽ വിരുന്നൂട്ടാനെത്തുന്ന റോഡ് മൂവി ശ്രേണിയിലുള്ള ഒരു വിദേശ സിനിമ കണ്ടിറങ്ങിയ അതേ അനുഭവം. മലപ്പുറം വാമൊഴിയിൽ നീട്ടിയും കുറുകിയും നായക പ്രതിനായക ഭാവങ്ങളെ ഒരുമിച്ചുൾക്കൊണ്ട് ഫഹദ് ഫാസിൽ. സ്നേഹമൂറുന്ന നീട്ടിവിളിയിൽ നിന്ന് കൊലവെറിയുടെ അലർച്ചയിലേക്കുള്ള ഭാവപരിണാമത്തിൽ ഫഹദ് ഫാസിൽ 5 സുന്ദരികളിലെ അഭിനയ സൗന്ദര്യവുമാകുന്നു. ആമിയുടെ കടങ്കഥകൾ പോലെയാണ് അൻവർ റഷീദിന്റെ ആഖ്യാനവും അമൽ നീരദിന്റെ ക്യാമറയും. ഉത്തരം കൈയെത്തുമ്പോൾ വീണ്ടും അകലെ. ആസ്വാദകന്റെ പ്രവചനങ്ങളെ ദൃശ്യങ്ങളിലും അവതരണ തീവ്രതയാലും വീണ്ടും വീണ്ടും തെറ്റിച്ച. ദൈർഘ്യം കൊണ്ട് മുഴു സിനിമയാകുന്നില്ലെങ്കിലും സമീപകാലത്തെ ഏറ്റവും മികച്ച റോഡ് മൂവിയാകുന്നു ആമി. 1000 പുട്ടിന് അരമുറി തേങ്ങയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയുള്ള അജ്മലിന്റെ നിൽപ്പും രാത്രിയാത്രയിലെ തിരിച്ചോട്ടങ്ങളും അജ്മലിന്റെ വാഹനത്തിലെ ഹെഡ്ലൈറ്റിലെ ഇത്തിരി വെട്ടത്തിൽ നിന്ന് കഥയും കടങ്കഥയും ദൃശ്യങ്ങളായി വികസിക്കുന്നുവെന്നതും ഛായാഗ്രഹണ കൗശലത്തിലെ പുതുപാഠവുമാകുന്നു. ഹലോ, ഇങ്ങനെ ഒരാളുണ്ടോ? ഞാൻ വിചാരിച്ചെന്റെ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ നാൻസി? ബ്രിഡ്ജും ഉസ്താദ് ഹോട്ടലും പോലെ ഒരു സൂഫി കഥയുടെ താളം. ഹാഷിർ മുഹമ്മദ് എന്ന ആമിയുടെ തിരക്കഥാകൃത്ത് 5 സുന്ദരികൾ മലയാളത്തിന് സമ്മാനിക്കുന്ന ആത്മവിശ്വാസമാണ്. എം മുകുന്ദന്റെ ഫോട്ടോ എന്ന കഥയെ ഉപജീവിച്ചാണ് സമീർ താഹിറിന്റെ സേതുലക്ഷ്മി എന്ന ചിത്രം. ശ്യാം പുഷ്കരനും മുനീർ അലിയും ചേർന്ന തിരക്കഥ. ചെറുപ്പത്തിന്റെ നിഷ്കളങ്കതയെ നുള്ളിയെടുക്കുന്ന വലുപ്പത്തിന്റെ കളങ്കമാണ് സേതുലക്ഷ്മി. ഈ നോവുപാട്ടിലാണ് 5 സുന്ദരികൾ തുടങ്ങിയത്. ഒളി ക്യാമറയുടെയും മൊബൈൽ ഫോൺ വാണിജ്യത്തിന്റെയും കാലത്ത് മുൻകരുതലോ മുന്നറിയിപ്പോ ആയി ഒരു ചിത്രം. സേതുലക്ഷ്മിയുടെ നിഷ്കളങ്കത നിസ്സഹായതയായി മാറുന്ന ചെറുനോട്ടങ്ങൾ പോലും കഥ പറയുന്നു. സേതുലക്ഷ്മിക്ക് സംഭവിച്ചത് കാലത്തിനൊപ്പം ആവർത്തിക്കുന്നുവെന്ന തോന്നലിൽ അകന്നുപോകുന്ന സ്കൂട്ടർ നോക്കി നിൽക്കുന്ന കുട്ടിയുടെ ദൃശ്യങ്ങളിലുണ്ട്. അച്ഛൻ്റെ കാലുകളിലേക്ക് സുരക്ഷിതത്വം തേടി ചായുന്ന മകളും പെണ്ണിൻ്റെ ശരീരം മാത്രം കാണുന്ന ആൺകാഴ്ചയും ഷൈജു ഖാലിദ് സിനിമയുടെ അകപഥങ്ങളിലുണ്ട്. ഗൃഹാതുരതയിൽ അളന്നെടുത്തൊരുക്കിയ ചിത്രം കൂടിയാണ് ദൃശ്യാവതരണത്തിൽ സേതുലക്ഷ്മി. ഷൈജു ഖാലിദിൻ്റെ ആദ്യ ചിത്രമെന്നത് പണിക്കുറവുകളാകുന്നുണ്ടെങ്കിലും പ്രമേയ ഗൗരവം അത് മറികടക്കുന്നു. തികഞ്ഞ സ്വാഭാവികതയോടെ കൈകാര്യം ചെയ്യാൻ പ്രയാസകരമായ വിഷയത്തെ ലാളിത്യത്തോടെ പറഞ്ഞു വെച്ചിടത്തും മികവിലെ 3ാമിടത്ത് നിൽക്കുന്നു സേതുലക്ഷ്മി. അനിഖയും ചേതനും കണ്ണുകളിലെ നിഷ്കളങ്കതയാൽ കൂടെയെത്തും തിയേറ്ററുകൾക്ക് പുറത്തും. ആഷിഖ് അബുവിൻ്റെ ഗൗരിയും സമീർ താഹിറിൻ്റെ ഇഷയും. 2 പെൺപേരുകളിൽ 2 വീരനായികമാരുടെ കഥ. കള്ളനെ കവർന്ന ഇഷയും ഭർത്താവിനെ ജീവനാക്കിയ ഗൗരിയും. 5 ചിത്രങ്ങളിൽ ഇഷ്ടത്തിനൊപ്പം ഇഷ്ടക്കുറവ് ഗൗരിയോടും ഇഷയോടുമുണ്ടാകും. പ്രമേയത്തിലെ അവ്യക്തത ഒരു ക്ലീഷേ പ്രേത സിനിമയുടെ അനുഭവ പരിസരത്ത് ഗൗരിയിൽ പ്രേക്ഷകനെ തളച്ചിടുന്നു. ബിജു മേനോൻ, കാവ്യ, ജയസൂര്യ എന്നിവരുടെ സാന്നിധ്യവും രാജീവ് രവിയുടെ ക്യാമറയും കൂട്ടിനെത്തിയിട്ടും കൂട്ടത്തിൽ മുന്നിലെത്താതെ കൂട്ടത്തിൽ ഒന്ന് മാത്രമാവുകയാണ് ഗൗരി. പാട്ടിലെ സംഗതി വിട്ട് റിമി ടോമി സിനിമയിലേക്ക് ചാടിക്കേറിയതിലുള്ള പ്രതിസന്ധി ക്ലോസപ്പുകൾ പരമാവധി കുറച്ച പിന്നിൽ നിന്ന് ചിത്രീകരിക്കാനുള്ള രാജീവ് രവിയുടെ കൗശലത്തിൽ കാഴ്ചക്കാർക്ക് ബോധ്യമാകും. അമൽ നീരദിൻ്റെ കഥയിലും അഭിലാഷ് എസ് കുമാറിൻ്റെ തിരക്കഥയിലുമാണ് ഗൗരി. മനോഹരമായി കൊറിയോഗ്രാഫി ചെയ്ത നൃത്തം പോലെയാണ് ചെറുനിരാശകൾക്കിടയിലും സമീർ താഹിർ ചിത്രം. ഇഷ ഷവാണിയും നിവിൻ പോളിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. ഒരു സസ്പെൻസ് ത്രില്ലറിൻ്റെ ട്രാക്കിലേക്ക് ചിത്രം എത്താൻ ശ്രമിക്കുന്നുവെങ്കിലും പ്രവചനാത്മകമാണ് തുടർഗതി. ഇഷ്ടങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും ഈ 5 ചെറുചിത്രങ്ങളും മലയാള സിനിമയ്ക്ക് നവീകരണ ധൈര്യമാകുന്നു.
അമൽ നീരദും അൻവർ റഷീദും ആഷിഖ് അബുവും സമീർ താഹിറും ഷൈജു ഖാലിദും ചേർത്തുവെച്ച കൂട്ടായ്മ പുതുപരീക്ഷണങ്ങളുടെ ഊർജ്ജമാകുമെന്ന് കരുതാം. മലയാള സിനിമയുടെ പുതുവേഗത്തിലേക്കുള്ള പ്രതീക്ഷയിൽ തീർച്ചയായും കണ്ടിരിക്കണം ഈ സുന്ദരികളെ.